ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. കഥയുടെ പേര് സ്നേഹമുണ്ടെങ്കിലേ എല്ലാമുള്ളൂ. ഒരു ദിവസം കർഷകൻ വയലിൽ ജോലിയെടുത്ത് അവശനായി ഒരു ദിവസം വീട്ടിൽ വന്നു. അങ്ങനെ ഭാര്യ കർഷകന് ചോറ് വിളമ്പിക്കൊടുത്തു. അദ്ദേഹം ഭക്ഷണം കഴിക്കുകയല്ലേ. അപ്പോൾ ആരും വാതിലും മുട്ടാനും എണീക്കാൻ പാടില്ല. അങ്ങനെ വാതിൽ ഇങ്ങനെ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ഭാര്യ പോയി ആ കതക് തുറന്നു. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഒരു 4 ആൾ വന്നു. അവർ സ്വയം പറഞ്ഞു, എൻ്റെ പേര് സ്നേഹം, എൻ്റെ പേര് സമാധാനം, എൻ്റെ പേര് ഐശ്വര്യം, എൻ്റെ പേര് ധനം. ഞങ്ങളിൽ ആരെ വേണം? ഭാര്യയ്ക്കാകെ കൺഫ്യൂഷനായി. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഭർത്താവിനോടൊന്ന് ചോദിക്കട്ടെ. നമുക്ക് പുറത്ത് 4 ആൾ വന്നിട്ടുണ്ട്. അതിൽ സ്നേഹം, സമാധാനം, ഐശ്വര്യം, ധനം. അല്ല, നമുക്ക് ധനത്തെ ഇങ്ങോട്ട് വിളിച്ചാലോ? ധനം വേണ്ട, സ്നേഹം മതി. നമ്മളുടെ ഒക്കെ സ്നേഹം ഉണ്ടല്ലോ. പിന്നെ എന്തിനാ സ്നേഹം? നമുക്ക് ധനത്തെ തന്നെ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചോ. അങ്ങനെ ഭാര്യ വാതിൽ തുറന്നു. ആ സ്നേഹത്തിനോട് സ്നേഹം കയറി വന്നോളൂ. അങ്ങനെ സ്നേഹം പുഞ്ചിരിച്ചുകൊണ്ട് കയറി വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്നേഹമുള്ളവർക്ക് ഞാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സമാധാനം കയറി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്നേഹവും സമാധാനവും ഉള്ളവർക്ക് ഞാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യം കയറി വന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്നേഹവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉള്ളവർക്ക് ഞാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എന്തിനെതിരെ നിൽക്കില്ല. അങ്ങനെ ധനവും അങ്ങോട്ട് കയറി. സ്നേഹത്തോടെയും കഴിയണം, സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും കഴിഞ്ഞാൽ ധനം പതുക്കെ വന്നോളും. അപ്പോൾ സ്നേഹമാണ്
വലുത് എന്ന് മനസ്സിലായില്ലേ? താങ്ക് യു.